LGS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി 200 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഗണിത ചോദ്യങ്ങളും മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും പരിചയപ്പെടാം. അതിലെ രണ്ടാമത്തെ ഭാഗമാണിത്. ഇപ്പോൾ ഈ വീഡിയോയിൽ 20 ചോദ്യങ്ങൾ ആണ് പരിചയപ്പെടുത്തുന്നത്. തുടങ്ങാം. താഴെ പറയുന്നവയിൽ വലുത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 9/16, B 6/11, 3/7, 5/9. 4 ഭിന്നസംഖ്യകളാണ്. ഈ ഭിന്നസംഖ്യകളിൽ നിന്ന് എങ്ങനെയാണ് വലുത് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഉത്തരം മാത്രം പഠിച്ചാൽ പോരാ, ബൈഹാർട്ട് പഠിച്ചാൽ പോരാ. നമുക്കത് ചോദ്യം കിട്ടുമ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയണം. അതാണ് ഇപ്പൊ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കാം. 9/16, 6/11, 3/7, 5/9. 4 ഭിന്നസംഖ്യ. എങ്ങനെയാണ് ഇതിലെ വലുത് കണ്ടുപിടിക്കുക? മനസ്സിലാണ് ചെയ്യുന്നത്. മനസ്സിൽ ഈ 4 ഭിന്നസംഖ്യകളെ നമുക്ക് 2 ഗ്രൂപ്പാക്കി തിരിക്കാം. ഇതിൽ 2 ഇതിൽ 2. ഇതിലേതാണ് വലുത്, ഇതിലേതാണ് വലുത് നോക്കാം. ഈ അംശത്തെ ഈ ഛേദം കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 99. ഈ അംശത്തെ ഈ ഛേദം കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 96. ഇതിലേതാണ് വലുത്? ഇതാണ് വലുത്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ മാർക്ക് ചെയ്യുന്നു. മനസ്സിലാണ്. അടുത്തെന്താ? ഈ അംശത്തെ ഈ ഛേദം കൊണ്ട് ഗുണിക്കുന്നു. എത്ര? 27. ഇതുകൊണ്ട് ഗുണിച്ചാൽ 35. ഇതിലേതാണ് വലുത്? ഇതാണ് വലുത്. 5/9. ഓക്കെ. ഇനി അടുത്തെന്താ? അപ്പൊ ഈ ഗ്രൂപ്പില് ഇതാണ് വലുത്, ഇതിൽ ഇതാണ് വലുത്. ഇനി ഇത് രണ്ടും മാത്രം എടുക്കുക. ഇത് രണ്ടും ചെറുതാണെന്ന് മനസ്സിലായല്ലോ. ഇനി 16നെ 5 കൊണ്ട് ഗുണിക്കുക. എത്രയാ? 80. 9നെ 9 കൊണ്ട് ഗുണിക്കുക. എത്രയാ? 81. ഓക്കെ. 2 സ്റ്റെപ്പായിട്ടാണ്. ആദ്യം ഇതിൽ വലുത് കണ്ടുപിടിച്ചു, ഇതിൽ വലുത് കണ്ടുപിടിച്ചു. ആ 2 വലുത് മാത്രം എടുത്തിട്ടാണ് നമ്മളിപ്പോ നോക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ വലുത് കിട്ടി, ഇതിൽ വലുത് കിട്ടി. ഈ അംശത്തെ ഈ ഛേദം കൊണ്ട് ഗുണിക്കുമ്പോ 81, ഈ അംശത്തെ ഈ ഛേദം കൊണ്ട് ഗുണിക്കുമ്പോ 80. ഇതിലേതാ വലുത്? 81. അതായത് ഈ 4 ഭിന്നസംഖ്യകളിൽ വലുത് 9/16. ഇതിങ്ങനെ കടലാസിലൊന്നും ചെയ്യേണ്ടതല്ല, മനസ്സിൽ തന്നെ ചെയ്ത് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം. ഇതിലാകെ നമ്മൾ തെറ്റിപ്പോകുക ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകൾ ഏതാണ് എന്നതിൽ മാത്രം. രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏതൊക്കെയാണ്? ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏതാണ്? ആദ്യത്തെ സംഖ്യ 1 ആണ്, പക്ഷെ അത് എന്തല്ല? അഭാജ്യ സംഖ്യ അല്ല. അടുത്ത് വരുന്ന 2 ആണ്. 2 അഭാജ്യ സംഖ്യയാണോ? അതെ, 2 അഭാജ്യ സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ തന്നെയും. ഓക്കെ, അതാണ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോ 2, 3, 5, 7 ഇതാണ് ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകൾ. ഇനി ഗുണിക്കാം. 2നെ 5 കൊണ്ട് ഗുണിക്കുക 10, 3നെ 7 കൊണ്ട് ഗുണിക്കുക 21. ആ 21നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വന്നു? 210 ആണ് അതിന്റെ ഉത്തരം. ഇത് മനസ്സിലാണ് ഗുണിക്കുന്നത്. 2 ഗുണിക്കണം 5 10 ആണെന്നുള്ള മനസ്സിൽ ഗുണിക്കാലോ. 3, 21 അത് ഗുണിക്കാം. ആ 21നെ 10 കൊണ്ട് ഗുണിക്കാൻ അതിന്റെ കൂടുതൽ 0 ഇട്ടാൽ മതിയല്ലോ. സിമ്പിൾ ആയിട്ട് കഴിയും. ഓക്കെ. അടുത്ത ചോദ്യം. 10 എന്ന സംഖ്യക്ക് തുല്യമായ ബൈനറി സംഖ്യ. എന്താ ബൈനറി സംഖ്യ? സാധാരണ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് ബൈനറി സംഖ്യ. അതായത് 2 അക്കം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എത്ര അക്കങ്ങളുണ്ട്? 10 അക്കങ്ങളുണ്ട്. 0 മുതൽക്ക് 9 വരെ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? അങ്ങനെ 10 അക്കങ്ങളുണ്ട്. പക്ഷെ ബൈനറി സംഖ്യ ആ സിസ്റ്റത്തിൽ വെറും 2 അക്കം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ? 0ഉം 1ഉം. ഇതിൽ 0 1 ആണ്, പക്ഷെ ഇത്
എന്തല്ല ബൈനറി സംഖ്യ അല്ല, ഇത് 10 ദശാംശ സംഖ്യ തന്നെയാണ്. അപ്പൊ ഇതിനെ നമുക്ക് ബൈനറി സംഖ്യയാക്കി മാറ്റണം. മൂന്നാമത്തെ ചോദ്യമാണ് 10. അതിനെന്താ വഴി എന്നറിയോ? ഇതാ 10 രണ്ടക്കങ്ങൾ മാത്രമുള്ള സംഖ്യയാണ്, അതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കുക. ഇതിനെ ഹരിച്ചാൽ കിട്ടും 5. ശിഷ്ടമുണ്ടോ? ഇല്ല, 0. അതിനെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. എത്ര? 2. ശിഷ്ടമുണ്ടോ? 1. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. എത്രയാ? 1. ശിഷ്ടമുണ്ടോ? 0. അപ്പം ശ്രദ്ധിക്കുക, 10നെ 2 കൊണ്ട് ഹരിച്ച് ഇങ്ങനെ ഹരിച്ച് ഓരോ സംഖ്യ കിട്ടുന്നതിനൊക്കെ 2 കൊണ്ട് ഹരിക്കുക. ശിഷ്ടമില്ലെങ്കിൽ 0 ചേർക്കണം, അവിടെ ഒന്നും വിട്ടുപോകരുത്. അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ തുടങ്ങാം. 1 നിന്ന് തുടങ്ങി 0 1 ഇങ്ങനെ, ഇതാണ് വരുന്നത് 1 0 1 0. അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം. ഇതില് 2 അക്കങ്ങൾ 1ഉം 0ഉം മാത്രമുള്ള സംഖ്യയാണ്. അതാണ് ബൈനറി സംഖ്യ. ഓക്കെ, അടുത്ത ചോദ്യം. 1 1 0 1 എന്ന ബൈനറി സംഖ്യക്ക് തുല്യമായ ദശാംശ സംഖ്യ ഏത്? ഇത് നേരത്തെ ഒരു ദശാംശ സംഖ്യയെ ബൈനറി സംഖ്യയാക്കി. ഇതൊരു ബൈനറി സംഖ്യയാണ്. ഇതിലെ അക്കങ്ങൾ 1ഉം 0ഉം മാത്രമേ ഉള്ളൂ. അതിനെ എന്താക്കി മാറ്റണം? ദശാംശ സംഖ്യയാക്കി മാറ്റണം. അപ്പോ എന്താണ്? 1 1 0 1. ഇതിനെ എങ്ങനെയാണ് ദശാംശ സംഖ്യയാക്കി മാറ്റുക? അതിനെത്ര എഴുതും? നമ്മൾ സാധാരണ എഴുതുന്ന സംഖ്യകളില്ലേ, ഇപ്പം 6759 എന്നൊരു സംഖ്യ. ഇത് ദശാംശ സംഖ്യയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ദശാംശ സംഖ്യ എന്ന് വിളിക്കുന്നത്? ഇത് 10ന്റെ കൂട്ടങ്ങളായി പോകുന്നു അല്ലെ? ഇത് 1ാം സ്ഥാനത്താണ്, ഇത് 10ാം സ്ഥാനത്താണ്, ഇത് 100ാം സ്ഥാനത്താണ്, ഇത് 1000ാം സ്ഥാനത്താണ്. 1 ഗുണിക്കണം 10 10, 10 ഗുണിക്കണം 10 100, 100 ഗുണിക്കണം 10 1000. ഇങ്ങനെ ഇത് നമുക്ക് ഒന്നുകൂടി 10ന്റെ കൂട്ടങ്ങളാക്കി എഴുതുമ്പോൾ 1 നമുക്ക് 10 ഘാതം 0 എന്ന് എഴുതാം. ഇതിനെ 10 ഘാതം 1, 10 ഘാതം 2, 10 ഘാതം 3 അങ്ങനെ എഴുതാം. ഇത് സ്ഥാനം. അതുപോലെ ഇതിനെയും നമുക്ക് എന്തെഴുതാം? 2ന്റെ സ്ഥാനങ്ങളാക്കി എഴുതാം. അതെങ്ങനെയായിരുന്നു? 1 1 0 1. ഇത് എത്രാം സ്ഥാനത്ത് വരും? ബൈനറി സംഖ്യയാണ്, 2 സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ഘാതം 0. ഇതോ 2 ഘാതം 1, ഇത് 2 ഘാതം 2, ഇത് 2 ഘാതം 3. ഇതിപ്പം 1000 ഗുണിക്കണം 6 ആണ് 6000, 100 ഗുണിക്കണം 7 ആണ് 700. അതുപോലെ ഇതിനെയും മാറ്റി എഴുതുക. ഇപ്പൊ 2 ഘാതം 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. 1 ഗുണിക്കണം 1 1 തന്നെ. അപ്പം 1 പ്ലസ് 2 ഘാതം 1 2 ആണ്, 2 ഗുണിക്കണം 0 എത്രയാണ്? 0 പ്ലസ് 2 ഘാതം 2 4, 4 ഗുണിക്കണം 1 4 പ്ലസ് 2 ഘാതം 3 8, 8 ഗുണിക്കണം 1 8 തന്നെ. ഇനി ഇത് കൂട്ടി എത്ര വരും? 13. അപ്പോ ഈ സംഖ്യയെ ദശാംശ സംഖ്യയാക്കി മാറ്റുമ്പോൾ അതിന്റെ ഉത്തരം 13. അടുത്ത ചോദ്യം. വ്യത്യസ്തമായ സംഖ്യ ഏത്? ഇവിടെ 4 സംഖ്യ തന്നിട്ടുണ്ട്: 18 19 20 21. നമ്മൾ ഒരു നോട്ടം മാത്രമേ ഉണ്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. 18 19 20 21. ഇതിൽ നിന്ന് വ്യത്യസ്തമായ സംഖ്യ, വിട്ടു നിൽക്കുന്ന സംഖ്യ ഏതാണ്? ഒറ്റയടിക്ക് 19 ആണ്. എന്താ അതിന്റെ പ്രത്യേകത? അത് ഒരു അഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം എന്താണ്? ഭാജ്യസംഖ്യകളാണ്. അഭാജ്യസംഖ്യ ഒന്നേ ഉള്ളൂ, അത് 19 ആണ്. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 4 9 25 49 ഡാഷ് 1 2 3 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. 5ാമത്തെ സംഖ്യ പൂരിപ്പിക്കണം. ഓപ്ഷൻസ് 64 81 100 121. അപ്പോ 6ാമത്തെ ചോദ്യമാണ് 4 9 25 49. ഈ സംഖ്യയുടെ പ്രത്യേകത എന്താ? ശ്രദ്ധിച്ചോ, ഇതൊക്കെ വർഗസംഖ്യകളാണ്. വർഗസംഖ്യ എന്ന് പറഞ്ഞാൽ ഇത് 2 സ്ക്വയർ ആണ്, ഇത് 3 സ്ക്വയർ ആണ്, ഇത് 5 സ്ക്വയർ ആണ്, ഇത് 7 സ്ക്വയർ ആണ്. 4 വർഗസംഖ്യകൾ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 64 81 100 121. ഇതൊക്കെ 4 വർഗസംഖ്യകളാണ്. 8 സ്ക്വയർ 9 സ്ക്വയർ 10 സ്ക്വയർ 11 സ്ക്വയർ. അപ്പൊ ഇതില് എങ്ങനെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക?
എല്ലാം വർഗസംഖ്യയിലാണ്, ഓപ്ഷൻസ് വർഗസംഖ്യയിലാണ്. അപ്പൊ 2, 3, 5, 7 ഈ സംഖ്യകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ ഇതൊക്കെ? എന്താ അഭാജ്യ സംഖ്യകളാണ്. 2, 3, 5, 7 1 ഇല്ല, 3 കഴിഞ്ഞാൽ 4 ഇല്ല, 6 ഇല്ല. ഇതിനിടയിൽ 3 സംഖ്യ ഇല്ല അല്ലെ. 1 അഭാജ്യമല്ല, ഭാജ്യമല്ല. അതുപോലെ 4, 6 അഭാജ്യ സംഖ്യകളല്ല. അപ്പൊ ഇത് തുടർച്ചയായ 4 അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ നമ്മൾ അടുത്ത അഭാജ്യ സംഖ്യ നോക്കിയാൽ മതി. 7 കഴിഞ്ഞാല് 8 അല്ല, 9 അല്ല, 10 അല്ല, 11 ആണ്. 11 സ്ക്വയർ ആണ് വേണ്ടത്. 120. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സംഖ്യയെ 27 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി. അതേ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? അപ്പൊ ഇതില് 27ഉം 9ഉം ആണ്. 27ഉം 9ഉം ആയതുകൊണ്ട് എന്താ 27നെ 9 കൊണ്ട് നിശ്ചയം ഹരിക്കാലോ, അല്ലെങ്കിൽ 27ന്റെ ഒരു ഘടകമാണല്ലോ 9. അതുകൊണ്ട് ഈ 21നെ 9 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 21നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 2 ശിഷ്ടം 2 9 18 കഴിച്ച് 3 ആണ് അതിന്റെ ഉത്തരം. ഏഴാമത്തതിന്റെ ഉത്തരം. എട്ടാമത്തത്. താഴെ പറയുന്ന സംഖ്യയിൽ വിട്ടുപോയ സ്ഥാനത്ത് ഏത് അക്കം ചേർത്താൽ അതിനെ 9 കൊണ്ട് നിശ്ശേഷം ഹരിക്കാം? ഇവിടെ 5,20,000 ഇവിടെ ഡാഷ് ആണ് 376. അപ്പൊ ഇവിടെ ഒരു സംഖ്യ നമ്മൾ പൂരിപ്പിക്കണം. 1 2 3 4 ഈ 4 സംഖ്യകളിൽ നിന്ന് അതിലേതാണ്? അപ്പൊ 9 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ കഴിയണം. 9 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താ? അതിലെ അക്കങ്ങൾ കൂട്ടി നോക്കുക. കൂട്ടി നോക്കിയാൽ 9 കൊണ്ട് പറ്റുമെങ്കിൽ 9 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ എന്താ ആ സംഖ്യകളുടെ തുകയെ, അതിലെ അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ പറ്റുമെങ്കിൽ സംഖ്യയെ 9 കൊണ്ട് നിശ്ചയം ഹരിക്കാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് കൂട്ടി വയ്ക്കാൻ മതി. 5 2 7 3 10 17 6 23 ആണ് ഇത് കൂട്ടിയാ കിട്ടുന്നത്. 23 9ന്റെ 9 കൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. 23 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ? 9 കൊണ്ട് 27 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 27 കിട്ടണമെങ്കിൽ 23ന്റെ കൂടെ ഏത് കൂട്ടണം? 4 കൂട്ടിയാൽ മതി. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 18 24 36ന്റെ ലസാഗു എത്ര? 18 24 36 ഒൻപതാമത്തെ ചോദ്യമാണ്. ഇതിന് ലസാഗാണ് കാണേണ്ടത്. 18 36ന്റെ ഒരു ഘടകമാണല്ലോ, അതുകൊണ്ട് 18 തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. ഞാൻ വേഗത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യാം അതിനു വേണ്ടിയാണ്. ഇനി 36 24 മാത്രം എടുത്താൽ മതി. 36ന്റെ ലസാഗു എന്ന് പറയുന്നത് 18നും കൂടി ലസാഗു ആണ്. ഓക്കെ, 36ന്റെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 72 ആണല്ലോ. ആ 72 24 അതിന്റെ ഒരു ഘടകമാണ്. അല്ലെങ്കിൽ 24 ഗുണിച്ചാൽ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 71 കിട്ടുമോ? 24 3 കൊണ്ട് ഗുണിച്ചാൽ 72 ആണല്ലോ. അപ്പം 24ന്റെയും 36ന്റെയും ലസാഗു ആണ് 72. അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അടുത്തത് 10ാമത്തത്. 27 54 36ന്റെ ഉസാഖ എത്രയാണ്? ഇപ്പൊ ഇവിടെ മുകളിൽ ലസാഗു ചോദിച്ചു, ഇവിടെ ഇപ്പൊ ഉസാഖയാണ്. ഉസാഖ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ഉത്തമ സാധാരണ ഘടകം, അതായത് സംഖ്യകളുടെ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഏതാ? സംഖ്യകൾ ഏതൊക്കെയാണ്? 27 54 36. 27ന്റെയും 54ന്റെയും 36ന്റെയും ഘടകമായി വരുന്ന സംഖ്യ ഏതൊക്കെയാ? 1 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 9 ഉണ്ട്. ഇത് 3 മാത്രമാണ് 3ന്റെയും ഘടകമായി വരുന്നത്. അത് ഏറ്റവും വലുത് ഏതാ? 9. അപ്പൊ ഇതിന്റെ ഉത്തരം 9 ആണ്. 27 54 36ന്റെ ഉസാഖ എന്ന് പറയുന്നത് 9 ആണ്. അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ ഗുണനഫലം 432, അവയുടെ ഉസാഖ 6 എങ്കിൽ ലസാഗു. ഉസാഖയും ലസാഗും തമ്മിൽ ഗുണിച്ചാൽ എന്താണ്? 2 സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ലസാഗു കാണാൻ ഈ 432നെ എന്ത് ചെയ്താൽ മതി?
6 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര കിട്ടും? 72. 43-ൽ 6 7 പ്രാവശ്യം 7 6 42, ഒന്ന് ബാക്കി 12. 12-ന് 6 കൊണ്ട് ഹരിച്ചാൽ 72 അതിന്റെ ഉത്തരം. അടുത്തത് 1/3 കൂട്ടണം 4/9 കൂട്ടണം 5/3. 12ാമത്തെ ചോദ്യമാണ്. 1/3 കൂട്ടണം 4/9 കൂട്ടണം 5/3. ഒരുപാട് സമയം എടുക്കാണ്ട് കണക്ക് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ ഒരേ ഛേദം വരുന്ന 2 സംഖ്യകളുണ്ട്. ഒന്ന് ഇതും ഒന്ന് ഇതും. അതങ്ങ് കൂട്ടുക. അതിലെ അംശങ്ങൾ 1ഉം 5ഉം കൂടെ കൂട്ടി എത്രയാ? 6/3 കൂട്ടണം 4/9. 6/3 എത്രയാ? 2. 4/9. അപ്പൊ 2 4/9 ആണ് അതിന്റെ ഉത്തരം. അങ്ങനെ ചെയ്താൽ മതി വളരെ സ്പീഡിൽ. അടുത്ത 13ാമത്തത് 2 സംഖ്യകളുടെ ലസാഗു 144, അവയുടെ ഉസാഗു 12, ഒരു സംഖ്യ 48, രണ്ടാമത്തെ സംഖ്യ. ഇവിടെ മുകളിൽ കാണിച്ച 11ാമത്തെ ചോദ്യത്തിന്റെ അതേ മറ്റൊരു ചോദ്യമാണ്. ഇവിടെ രണ്ടാമത്തെ സംഖ്യയാണ് ചോദിച്ചത്. അപ്പൊ എന്താ ചെയ്യാ? ലസാഗും ഉസാഗിയും തമ്മിൽ ഗുണിക്കുക. 144 ഗുണിക്കണം 12 ഉസാഗ്. എന്നിട്ട് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. 144 48 കൊണ്ട് ഹരിച്ച 3 3 ഗുണിക്കണം 12 36 അതിന്റെ ഉത്തരം. 14ാമത്തെ ചോദ്യം എന്താ? 5/8 പ്ലസ് 3/4 മൈനസ് 1/2. 5/8 പ്ലസ് 3/4 മൈനസ് 1/2. അപ്പോ ഈ 2 ഭിന്നസംഖ്യകൾ 3 ഭിന്നസംഖ്യകളുടെ അതിനകത്ത് 2 പ്ലസ് ചെയ്യാനോ 1 മൈനസ് ചെയ്യാനോ. എങ്ങനെയാ പ്ലസ്? ഭിന്നസംഖ്യയുടെ സങ്കലനം വ്യവകലനം ഒരേ ഛേദമായിരിക്കണം, പൊതുഛേദമായിരിക്കണം. ഇവിടെ 4 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് 8 ആക്കി മാറ്റിയാൽ മതി. കാരണം 8-ൽ 4ഉം 2ഉം അടങ്ങുമല്ലോ. 8 ആക്കി മാറ്റുമ്പോ ഇതെന്താകും? ഇത് 8 ആകുമ്പോ ഇത് 6 ആകും. അപ്പൊ എന്ത് വരും? 5 + 6 11. 11/8 മൈനസ് ഇത് 8 ആകണം. 8 ആകുമ്പോ 4 കൊണ്ട് ഗുണിക്കണം. ഇതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോ ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 4/8 വരും. 11 - 4 എത്രയാ? 7/8. ഇതാണ് 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ്. 16/27 ഹരിക്കണം 4/9/4/3. 16/27 ഹരിക്കണം 4/9/4/3. 4/9/4/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/9 ഗുണിക്കണം 3/4. ഇതിന് മാത്രം മാറ്റി ഇങ്ങോട്ട് എഴുതിയതാണ്. ഇനി 4 4 വെട്ടി 3-നെ 3 കൊണ്ട് വെട്ടിയാൽ 1, 9-നെ 3 കൊണ്ട് വെട്ടിയാൽ 3. അപ്പൊ 1/3. അപ്പൊ ഇതിനെ മാറ്റി 16/27 ഹരിക്കണം 1/3. 1/3 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് എന്താണ്? 3/1 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുക. 16/27 ഗുണിക്കണം 3. 3-നെ 3 കൊണ്ട് വെട്ടി 1 9. 16/9. 16/9 മിശ്രഭിന്നമാക്കുമ്പോ 16/9 ഒരു പ്രാവശ്യം, ബാക്കി 7/1 ഇതാണ് 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 16 4/3/4 പ്ലസ് 2/3/8 മൈനസ് 4/1/2. 4/3/4 പ്ലസ് 2/3/8 മൈനസ് 4/1/2. ഇത് ആദ്യം സങ്കലനം, പിന്നീട് വ്യവകലനം. ആദ്യം 4 2 കൂടെ കൂട്ടുക, എണ്ണൽ സംഖ്യ കൂട്ടുക. അപ്പൊ 6. 3/4 3/8. അപ്പൊ ഇതിനെ എന്താക്കണം? 8 ആക്കി മാറ്റണം. 8 ആക്കി മാറുമ്പോ ഇതെന്താവും? ഇത് 6 ആവും. അപ്പൊ 6/8 ആവും. 6/8 3/8 എത്രയാ? 9/8 മൈനസ് 4/1/2. ഇതിനെ 6 48 9 57/8
മൈനസ് 9/2. ഈ 9/2 ഇത് 8ആണ്, ഇത് 2ആണ് ചെയ്തോ. അപ്പൊ ഇതിന് 8ആക്കി മാറ്റണം. 4 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. ഇത് എത്രയാവും? 36 ആവും. 57 മൈനസ് 36 എത്രയാ? 21/8 വരും. 21നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 2, ബാക്കി 2 16, 5/8. 2 5/8 ആണ് ഇതിലെ. അടുത്ത ചോദ്യം 17ാമത്. 0.456 പ്ലസ് 0.789 മൈനസ് 0.0094. അപ്പോ നോക്കാം അല്ലെ. ആദ്യം ഇത് പ്ലസ് ചെയ്യാം. 0.456 പ്ലസ് 0.789 കൂട്ടാം അല്ലെ. 6 9 15 ഒന്ന് ബാക്കി, 9 5 14 ഒന്ന് ബാക്കി, 8 4 12 1. 1.245 നിന്ന് എന്ത് ചെയ്യണം? 0.094. ഇതിൽ 4 സ്ഥാനമുണ്ട്. അപ്പൊ ഒരു 0 കൂടി ഇവിടെ ഇടാം. എന്നിട്ടാണ് കുറക്കുക. 0.009. 4നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 6 4 10. 9ന്റെ കൂടെ കൂട്ടി 10. 10ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 15 കിട്ടും? 5 ഒന്ന് ബാക്കി. 1ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? 3. ഈ 2 1.235. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. സംഖ്യകളുടെ സങ്കലനം വ്യവകലനമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ദശാംശ സ്ഥാനം ഇടുന്നതിന്റെ പ്രശ്നത്തിലാണ് തെറ്റിപ്പോവുക. അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യം 20.777 മൈനസ് 19.999. അപ്പൊ 20.18 ഇതില് 4 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഒരു 0 ഇവിടെ ഇട്ടാം. എന്നിട്ട് മൈനസ് 19.999. നേരത്തെ കുറച്ചതുപോലെ തന്നെ ഇവിടെ കുറച്ചതുപോലെ തന്നെ അത് ഇവിടെ 9നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 1 ബാക്കി 1. അത് 9 കൂട്ടി 10. 10നോട് എത്ര കൂട്ടിയാൽ 17 കിട്ടും? 7. വീണ്ടും ബാക്കി 1. അതിന്റെ കൂടെ കൂട്ടി 10. 10നോട് എത്ര കൂട്ടിയാൽ 17 കിട്ടും? 7. വീണ്ടും 1 ബാക്കി. അതിന്റെ കൂടെ കൂട്ടി 10. 10നോട് എത്ര കൂട്ടിയാൽ 17 കിട്ടും? 7. 1 ബാക്കി. ആ 1 10 കൂടെ കൂട്ടി 20. 20നോട് എത്ര കൂട്ടിയാൽ 20 കിട്ടും? 0. അപ്പം 0.777. 19ാമത്തെ ചോദ്യം 0.01 ഗുണിക്കണം 0.02 ഗുണിക്കണം 0.03. ഇതില് 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 6. ഇതിൽ 2 ദശാംശ സ്ഥാനം, ഇതിൽ 2 ദശാംശ സ്ഥാനം, ഇതിൽ 2 ദശാംശ സ്ഥാനം, ആകെ 6 ദശാംശ സ്ഥാനം. പക്ഷെ ഇവിടെ നമുക്ക് ഒരു സ്ഥാനത്തേക്കുള്ള സംഖ്യ കിട്ടിയിട്ടുള്ളൂ. അപ്പം 6 സ്ഥാനത്തേക്ക് എത്താൻ ഇനി 5 സ്ഥാനം കൂടി വേണമല്ലോ. അത്രയും 0 1 2 3 4 5 ദശാംശം 0.0006. ഇതാണ് ഇതിന്റെ ഉത്തരം. 0.0000. ലാസ്റ്റ് 0.1 ഗുണിക്കണം 1/10 ഗുണിക്കണം 1/100. 20ാമത്തെ ചോദ്യമാണ്. 0.1 ഗുണിക്കണം 1/10 ഗുണിക്കണം 1/100. 0.1 ഗുണിക്കണം 1/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.1. 1/3 എന്ന് പറഞ്ഞാലോ 0.01. എല്ലാം ഒന്നാണ്. 1 1 1 എത്രയാ? 1 തന്നെ. 2 ദശാംശ സ്ഥാനം, വീണ്ടും 1 ദശാംശ സ്ഥാനം, 1 ദശാംശ സ്ഥാനം, ആകെ 4 ദശാംശ സ്ഥാനം. ഇവിടെ 1 ഉള്ളൂ. ഇപ്പൊ 3 0 കൂടി 1 2 3 ദശാംശം. ഇപ്പൊ ഒരു 0 ഇട്ടാൽ കുഴപ്പമില്ല. 0.0001. ഇതാണ് ഇതിന്റെ ഉത്തരം.